Hi, this is a message from a 90s kid to other 90s kids. ആകെ നശിച്ചുപോയ 2K കിഡ്സിന് വഴി കാണിച്ചു കൊടുക്കാൻ തിരക്കപ്പെടുന്ന ചില സോക്കോൾഡ് തന്തവൈബുകളെ കുറിച്ചാണ് പറയാനുള്ളത്. വിമർശനങ്ങളാകാം, പക്ഷെ ആരെയും അടച്ചാക്ഷേപിക്കരുത്, പ്രത്യേകിച്ച് ഒരു തലമുറയെ 2K കിഡ്സിനെ, അതും നമ്മൾ 90s കിഡ്സ്. കാരണം ഇന്നുകൊണ്ട് പഴയ കാലത്തിലേക്ക് ചിന്തിച്ചാൽ ഒരു തനിയാവർത്തനം നമുക്ക് കാണാൻ കഴിയും. ഏതോ ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടവന്റെ മുടി നീണ്ടിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മുടി നീട്ടി വളർത്താൻ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരുണ്ടായിരുന്നില്ലേ നമ്മുടെ കൂട്ടത്തിൽ. മുടി നീണ്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് പോലീസുകാരുടെ തല്ലും നാട്ടുകാരുടെ കഞ്ചാവ് എന്ന വിളിയും കേട്ടിട്ടില്ലേ നമ്മളിൽ പലരും. നമ്മൾ എന്ത് ചെയ്തിട്ടായിരുന്നു? ഒരു സെൻട്രൽ ഫ്രഷ് ചവച്ചു പറഞ്ഞാൽ കള്ളം വലിച്ചിട്ട് വന്നിരിക്കുക എന്ന പറച്ചിൽ കേട്ടവരല്ലേ നമ്മളിൽ പലരും. ഒരു ലോ വേസ്റ്റ് മാറ്റിട്ടതിന്റെ പേരിൽ പോലീസിന്റെ അടിയും നാട്ടുകാരുടെ പുച്ഛവും കേട്ടവരല്ലേ നമ്മൾ. അതെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ്? അന്ന് നമ്മളെ അടച്ചാക്ഷേപിച്ചത് ബെൽബോട്ടം പാറ്റിട്ടതിന്റെ പേരിൽ 70s കിഡ്സ് കളിയാക്കിയ 80s കിഡ്സ് ആയിരുന്നു. ഈ കാടടച്ചുള്ള ആക്ഷേപങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും ഒരു തലമുറ ഇത് നിർത്തുന്നതുവരെ. ആ തലമുറയാവാൻ നമുക്ക് ശ്രമിക്കാം. വെറുതെ കാടടച്ച് ആക്ഷേപിക്കാതിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ കുട്ടി കുറ്റവാളികൾക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതല്ല ഇത്. അടച്ചാക്ഷേപിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. കുറ്റവാളികളെ വിമർശിക്കൂ, അല്ലാതെ അവരുൾപ്പെടുന്ന തലമുറയെ ആകെയല്ല വിമർശിക്കേണ്ടത്. കാലത്തിനൊത്ത് മാറി 19-ാം വയസ്സിലും 20-ാം വയസ്സിലും സാമ്പത്തിക സുരക്ഷിതത്വം നേടുന്ന കുട്ടികളുണ്ട് ഈ 2K കിഡ്സിന്റെ കൂട്ടത്തിൽ. ഇൻഫ്ലുവൻസേഴ്സായും ബിസിനസ്സുകാരായും ഒക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർ. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ജിം കൾച്ചർ വളർന്നു വരുന്നത്. സ്വന്തം ആരോഗ്യത്തിനും ശരീരത്തിനും മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന 2K കിഡ്സ് തന്നെയാണ് ആ വേഗത്തിൽ ഇന്ധനം പകരുന്നത്. അവരെ അംഗീകരിക്കണം, ബഹുമാനിക്കണം, കണ്ടു പഠിക്കണം നമ്മൾ 90s കിഡ്സിൽ പലരും. പിന്നെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി തന്നെ പഠിച്ചു പരിഹരിക്കേണ്ട ഒന്നാണ്. അല്ലാതെ ഉപദേശം കൊണ്ടോ തല്ലുകൊണ്ടോ ആരും നന്നായിട്ടില്ല. അങ്ങനെ നന്നായ ചരിത്രവും ഇല്ല. ഭരണത്തിലുള്ളവർ വിവരമുള്ളവരെ ഈ കാര്യം ഏൽപ്പിക്കണം. അവര് പഠിച്ചു പറഞ്ഞു തരും. അത് കൃത്യവും ശക്തമായി നടപ്പിലാക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ലോകത്തിൽ നിന്ന് ആകമാനം ലഹരി തുടച്ചു നീക്കാമെന്ന വ്യാമോഹമൊന്നും വേണ്ട. അത് ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു സംഭവമല്ല. അതിനു പകരം ഈ ഡിമാൻഡ് കട്ട് ചെയ്യാൻ സാധിക്കണം. അതിനുള്ള പഠനം തുടങ്ങേണ്ടത് സ്കൂളുകളിൽ നിന്ന് തന്നെയാണ്. അതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. അല്ലാതെ പിള്ളേരെ ചുമ്മാ കാടടച്ച് ആക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിറയെ പിള്ളേരുടെ ക്രൂരതയാണ് എന്ന് പറയുന്നവരോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. അവർ ഇനിയും ടിവിയിലൂടെ വാർത്തകൾ പറയും. പരീക്ഷാക്കാലവും വേനലവധിയും കഴിഞ്ഞ് മഴ വരുമ്പോൾ അവർ റോഡിലെ കുഴികളെ കുറിച്ച് സംസാരിക്കും. മഴ കൂടുതൽ ശക്തമായി ഓഗസ്റ്റ് ആകുമ്പോൾ അവർ മുല്ലപ്പെരിയാർ ഡാമിന്റെയും ഇടുക്കി ഡാമിന്റെയും മുമ്പിൽ പോയിരുന്നു വാർത്ത അവതരിപ്പിക്കും. അതും കഴിഞ്ഞ് ഓണമാകുമ്പോൾ വാർത്താവതാരകൻ AR VR സ്റ്റുഡിയോയിൽ മാവേലിയുടെ വേഷം കിട്ടുമെന്ന് വാർത്തകൾ വായിക്കും. അവരങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും.